ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റുള്ള എന്നാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയാണ്. നമ്മൾ ഈ മുട്ടക്കറി ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാൽ ഉപയോഗിക്കാതെയാണ്. ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, പുഴുങ്ങിയ 4 മുട്ടയും ചേർക്കുക. ഒരു മിനിറ്റ് റോസ്റ്റ് ചെയ്യണം. പിന്നീടുള്ള ഉപയോഗത്തിന് മാറ്റിവെക്കുക. ഒരു പാൻ എടുത്ത് 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കുക. 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, ചെറുതായി അരിഞ്ഞ സവോളയും ചേർത്ത് 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വഴറ്റിയെടുക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. സവാള ഒന്ന് വാടി വരുന്ന വരെ വഴറ്റുക. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വഴറ്റുക. തീ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് 100 ml തൈര് ചേർക്കുക. നന്നായി ഇളക്കി മീഡിയം ഫ്ലെയിമിൽ 2-3 മിനിറ്റ് ചൂടാക്കുക. ഇനി കുറച്ച് വെള്ളം ചേർക്കണം. ഞാനിവിടെ 100 ml വെള്ളമാണ് ചേർക്കുന്നത്. കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ 150 ml വെള്ളം വരെ ചേർക്കാം. വെള്ളം ചേർത്തതിന് ശേഷം 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. ഇനി നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച മുട്ട ഇതിലേക്ക് ചേർക്കാം. മീഡിയം ഫ്ലെയിമിൽ 3-4 മിനിറ്റ് ചൂടാക്കുക. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അവസാനമായിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിയിലയും 1/2 ടീസ്പൂൺ ഉലുവയുടെ ഇലയും ചേർത്ത് ഇളക്കുക. നമുക്ക് തീ കെടുത്താം. തേങ്ങാപ്പാൽ ഉപയോഗിക്കാത്ത നമ്മുടെ മുട്ടക്കറി തയ്യാറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.